മറ്റൊരു വാർത്തയിലേക്ക്. കണ്ണൂർ അയ്യങ്കുന്നിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. പ്രദേശത്തെ റബ്ബർ തോട്ടത്തിലാണ് കാട്ടുകൊമ്പൻ എത്തിയത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. പ്രദേശത്ത് നിലയുറപ്പിച്ചിരിക്കുന്ന ആനയെ കാട്ടിലേക്ക് തുരത്താനുള്ള ശ്രമം തുടരുകയാണ്. ഇപ്പോഴും ആ ശ്രമങ്ങൾ തുടരുന്നു. ജനവാസ മേഖലയിൽ വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് പതിവാണ്. ഇപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ ദിവസം കൂടി ഒരു കടുവ, ഒരു പുലി, കാസർഗോഡ്, വയനാട് ഭാഗങ്ങളിലായി ഇത്തരത്തിലുള്ള നിരവധി വന്യജീവികൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാഴ്ച വാർത്തകൾ നമ്മൾ കേട്ടു. അത്തരത്തിലുള്ള വിവരങ്ങൾ നമ്മൾ കേട്ടു. വയനാട്ടിൽ ഒരു കടുവയാണ് ഭീഷണി പരത്തിയത്. പിന്നാലെ ഒരു മനുഷ്യൻ്റെ ജീവൻ നഷ്ടമാകുന്ന ഒരു സാഹചര്യമുണ്ടായി. കാസർഗോഡ് ഇന്നലെ ഇതേപോലെ തന്നെ ഒരു പുലി ഇറങ്ങി അവിടുത്തെ വളർത്തുനായെ പിടിച്ചുകൊണ്ട് പോകുന്നൊരു വിവരമൊക്കെ വാർത്തയൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇന്നിപ്പോൾ കണ്ണൂർ അയ്യങ്കുന്നിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയത് പുലിയല്ല, കടുവയല്ല, കാട്ടാനയാണ്. പ്രദേശത്തെ റബ്ബർ തോട്ടത്തിലാണ് ഈ കാട്ടുകൊമ്പൻ എത്തിയത്. ഈ നിലവിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. നിലയുറപ്പിച്ചിരിക്കുകയാണ് ആ കാട്ടുകൊമ്പൻ. നമുക്കറിയാം, ഇങ്ങനെ ഇറങ്ങുന്ന കാട്ടുകൊമ്പന്മാർക്ക് ഓരോ പേരുകളുണ്ടാവും. അരിക്കൊമ്പൻ അല്ലെങ്കിൽ ചക്കക്കൊമ്പൻ, അങ്ങനെ ഈ ആനയുടെ പേരെന്താണെന്നുള്ളതൊന്നും നമുക്ക് വ്യക്തമായിട്ടില്ല. എന്തായാലും ആ കാട്ടാനെ അധികം നേരം അവിടെ വെച്ച് ഉറപ്പിക്കാൻ പറ്റില്ല. കാട്ടിലേക്ക് അയക്കാനുള്ള തുരുത്താനുള്ള ശ്രമങ്ങളൊക്കെ തുടരുകയാണ്. പ്രദേശവാസികൾക്ക് വലിയ ഭീതി വരുത്തിയിട്ടുണ്ട് ഈ കാട്ടുകൊമ്പൻ എന്നുള്ളതിൽ സംശയമില്ല. ജനവാസ മേഖലയിലാണ് ഈ കാട്ടാന ഇറങ്ങിയത്. പ്രദേശത്തുള്ള ഒരു റബ്ബർ തോട്ടത്തിലാണ് ഇപ്പോൾ കാട്ടുകൊമ്പൻ എത്തിയത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വേണ്ട നടപടികൾക്കായി അവിടെ ഉണ്ട്. പ്രദേശവാസികളുമൊക്കെ ആകെ ഒരു ആശങ്കയിലാണ്. ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുകയാണ് കാട്ടുകൊമ്പൻ. കണ്ണൂർ അയ്യങ്കുന്നിൽ ജനവാസ മേഖലയാണ്. അവിടെ ഒരു റബ്ബർ തോട്ടത്തിലാണ് കാട്ടുകൊമ്പൻ എത്തിയത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തുരത്താനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ.